വർഷങ്ങളായി റോഡ് തകർന്ന് അപകടങ്ങൾ പതിവായിട്ടും മുടക്കമില്ലാതെ ടോൾ പിരിക്കുന്ന ഒരു പാലമുണ്ട് മലപ്പുറത്ത്. സംസ്ഥാന പാതയിലെ താനൂർ ദേവധാർ പാലത്തിലാണ് മാനദണ്ഡങ്ങൾ ഒന്നുമില്ലാതെ ഇപ്പോഴും ടോൾ പിരിവ് തുടരുന്നത്. ടോൾ ജീവനക്കാർ തോന്നിയ പോലെ പിരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് കാണാം. റെയിൽപാളം കടക്കാൻ ദേവധാർ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം 685 മീറ്റർ നീളത്തിൽ നിർമ്മിച്ച റെയിൽവേ ഓവർബ്രിഡ്ജ് 2014 ഫെബ്രുവരിയിലാണ് തുറന്നത്. അന്ന് വൈകിട്ട് തുടങ്ങിയ ടോൾ പിരിവാണ് 10 വർഷം കഴിഞ്ഞിട്ടും തുടരുന്നത്. ചില വണ്ടികൾ മാത്രം പൈസ വാങ്ങുന്നു, ചില വണ്ടികൾ മുനിസിപ്പാലിറ്റി ഒഴിവാണ്. ഇവിടുത്തെ 3 പഞ്ചായത്തുകൾപ്പെട്ട ആളുകളൊന്നും പൈസ പിരിക്കൂല. അപ്പൊ സ്റ്റിക്കർ ഉണ്ടാവും. ഇത് നമ്മളെ ഫാസ്ടാഗ് സാധാരണമാതിരി സ്റ്റിക്കർ ഉണ്ടാവും. ആ ദേവധാർ ടോൾ പ്ലാസ ആണ് പറഞ്ഞിട്ട് അത് ഞങ്ങൾ എല്ലാവർക്കും ആ വണ്ടിക്ക് മാത്രം ഒഴിവാക്കാൻ പറ്റുള്ളൂ. ഈ ഭാഗത്ത് കൂടെ സ്ഥിര യാത്ര ചെയ്യുന്ന ആളുകൾ നമുക്ക് അങ്ങനത്തെ സ്റ്റിക്കർ കിട്ടിയിട്ടില്ലല്ലോ. അത് നിങ്ങളെ പഞ്ചായത്തിൽ ചോദിച്ച് മേടിക്കണം. ആ സമയത്തില് യാത്രക്കാരെ നോക്കിയിട്ടാണ് നിങ്ങൾ പൈസ പിരിക്കുന്നത്. ഇവിടുത്തെ ആൾക്കാരുണ്ടെങ്കിൽ മനസ്സിലാവും. നമ്മൾക്ക് ഇപ്പൊ 10-12 കൊള്ളായിട്ട് നമ്മൾ നിങ്ങളൊരു പണിയെടുത്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല ആൾ. അതുമാതിരി നമ്മൾക്ക് മനസ്സിലായി നമ്മൾ ഒഴിവാക്കൂ. ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന കൊച്ചി കോഴിക്കോട് പാതയാണിത്. ഈ വണ്ടികളിൽ നിന്നെല്ലാമായി ഇതുവരെ എത്ര രൂപ പിരിച്ചിട്ടുണ്ടാകുമെന്നാണ് യാത്രക്കാർ ചോദിക്കുന്നത്. നിവൃത്തികേടുകൊണ്ട് പണം കൊടുക്കുകയാണെന്നും അവർ പറയുന്നു. ടോൾ കൊടുക്കുന്ന കാര്യമില്ല, പക്ഷെ നമ്മളൊന്നും എടുത്ത് ഒഴിവാക്കേണ്ട കാലം കൂടി ആയി. ഇതൊക്കെ കൊടുത്തിട്ടില്ലേ പ്രശ്നമില്ല, കച്ചറുണ്ടാക്കാൻ എന്തിനാ വെറുതെ 10 രൂപയ്ക്ക് വെച്ചിട്ടാണ്. പിന്നെ ടോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ചെയ്യേണ്ടവർക്ക് തോന്നണ്ടേ. ഇവിടെ മാത്രമല്ല, റോഡ് മൊത്തം പൊളിഞ്ഞിടക്കല്ലേ, എല്ലായിടത്തും പൊളിഞ്ഞിടക്കല്ലേ. മൊത്തം പൊളിഞ്ഞു കിടക്കുകയാണ്. പാലത്തിലാണെങ്കിൽ നിറയെ വിടവുകളാണ്. ഓരോ സ്ലാബിനും ഇടയിലുള്ള വലിയ വിടവുകളിലൂടെ നോക്കിയാൽ താഴെയുള്ള നിലം നന്നായിട്ട് കാണാം. കുണ്ടും കുഴിയും വേറെയുമുണ്ട്. പാലത്തിലെ പിരിവ് അവസാനിപ്പിക്കണമെന്ന ആവശ്യമാണ് അവിടെ ഉയരുന്നത്. ഈ പാലം നിർമ്മിച്ച കാശും മൂലമായിരിക്കണം അതിന്റെ അപ്പുറമായി. ഇതിപ്പോ കൊള്ളയ്യ ജനങ്ങളെ. കാരണം റോഡൊക്കെ പൊളിഞ്ഞു പോയി, പാലവും പൊളിഞ്ഞു. ഈ പാലം പൊളിഞ്ഞ പാലത്തിനാണ് ഇവരിപ്പോ പൈസ പിരിക്കുന്നത്. ടോളാകുമ്പം എത്ര വർഷത്തിന് എന്നുള്ള രീതിയിലല്ലേ. ഇപ്പൊ ഞാൻ ഈ ടോളിലൂടെ പോവുകയാണെങ്കിൽ ഞാൻ തരില്ല എന്ന് പറഞ്ഞാൽ അവർ പേടിക്കുന്നില്ല. അപ്പൊ സത്യത്തിൽ ഈ ടോൾ എന്ന് പറഞ്ഞത് കറക്റ്റ് ഒരു ധർമ്മപ്പെട്ടിയാണ്. എന്റെ അഭിപ്രായത്തിൽ എന്താ വെച്ചാൽ ഈ ടോൾ ഒഴിവാക്കിയിട്ട് വല്ല കിഡ്നി രോഗികൾക്കോ നാട്ടിലുള്ള കിഡ്നി രോഗികൾക്കോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ പിരിവുണ്ടല്ലോ, അതാണ് നല്ലതെന്ന് തോന്നുന്നത്. അപ്പൊ ഞാൻ പോകുമ്പോൾ ഞാൻ കൊടുക്കൂല എന്ന് പറഞ്ഞാൽ കൊടുക്കില്ല. അതായത് ധർമ്മപ്പെട്ടി കാശ് തന്നാൽ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുന്ന